നമസ്കാരം. ഏപ്രിൽ 9 കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷേ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അതിൻ്റെ ഫലത്തെ സംബന്ധിച്ച് മെയ് 4 പുറത്തു വരുവാൻ പോകുന്ന ഫലത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ എല്ലാ രാഷ്ട്രീയ മുന്നണികളിലും അവരുടെ അനുഭാവികളിലും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പോൾ കോൺഗ്രസ്സിലാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം മുഖ്യമന്ത്രി കോൺഗ്രസ്സിന് ഏതാണ്ട് ഭരണം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിക്ക് ഭരണം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള തലത്തിലേക്കാണ് അവരുടെ ഒരു വിശ്വാസവും അവരുടെ ഒരു കണക്കുകൂട്ടലുകളും നീങ്ങുന്നത്. അത് സത്യമാകാം, സത്യമല്ലാതിരിക്കാം. മെയ് 4 എന്തായാലും അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എല്ലാവർക്കും അറിയുവാൻ സാധിക്കും. ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെങ്കിൽ ആകാം കേട്ടോ, ഞങ്ങൾ വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രി ആകാം കേട്ടോ എന്നുള്ള തരത്തിൽ ലീഗ് പതുക്കെ സ്വരം മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൊരു പിടി എന്ന് പറയുന്നത്, ഉപമുഖ്യമന്ത്രി സ്ഥാനം ചിലപ്പോൾ ലീഗിന് തന്നെ ലഭിച്ചേക്കാം. കാരണം ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ലീഗ് അടുത്തത് പിടിക്കുന്നത് ആഭ്യന്തരത്തിനായിരിക്കും. ആഭ്യന്തരം ലീഗിൻ്റെ കയ്യിലെത്തുക എന്നുള്ളൊരവസ്ഥ കോൺഗ്രസ്സിനത് അഭിലഷണീയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നിവർത്തികേട് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ വിജിലൻസും കൂടി ലീഗിൻ്റെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിൻ്റെ ഭാവി തന്നെ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് ജനങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക. കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന ആശങ്ക എന്ന് പറയുന്നത്, കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചുള്ള സകല വിവരങ്ങളും കൃത്യമായിട്ട്, രഹസ്യ വിവരങ്ങളുണ്ടല്ലോ, കൃത്യമായിട്ട് ലീഗിൻ്റെ കയ്യിൽ എത്തിച്ചേരുകയും അതുപയോഗിച്ച് വിലപേശലിനുള്ള ഒരു മാർഗങ്ങൾ, പുതിയ പുതിയ മാർഗങ്ങൾ ലീഗ് തുറക്കുകയും ചെയ്യുമെന്നുള്ളൊരു ആശങ്ക കോൺഗ്രസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കുന്നതിലും നല്ലത് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെങ്കിൽ ലീഗിന് കൊടുക്കുന്നതായിരിക്കും എന്നുള്ളൊരു സമവായത്തിൽ കോൺഗ്രസ് എത്തിച്ചേരുവാനുള്ള സകല സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. UDF മുന്നണിക്ക് അധികാരം ലഭിച്ചാൽ, ഇനി അധികാരം ലഭിച്ചാൽ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് ലഭിച്ചു എന്ന് തന്നെ ഈ മുന്നോട്ടുള്ള വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് കണക്ക് കൂട്ടാം, അല്ലെങ്കിൽ അങ്ങ് സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും? അതാണ് കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു, KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എല്ലാം മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് തയ്യാറായിരിപ്പുണ്ട്. വിഷ്ണുനാഥ് വരെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് തയ്യാറായിരിപ്പുണ്ട്. K മുരളീധരൻ പഴയ മുഖ്യമന്ത്രി കുപ്പായം, കരുണാകരൻ്റെ പഴയ ജുബ്ബ തനിക്ക് ചേരുമോ എന്നുള്ള രീതിയിൽ കുടഞ്ഞൊക്കെ എടുത്ത് നോക്കി ചേരുന്നില്ല എന്ന് കണ്ടിട്ട് ഒരു തരത്തിലും ഒരു ഭൗതികമായും ആത്മീയമായും ആ ജുബ്ബ ചേരില്ല എന്ന് കണ്ടിട്ട് മറ്റൊരു കുപ്പായം തയ്പ്പിച്ച് തയ്യാറായിരിപ്പുണ്ട്. VD സതീശനും ഒരു കുപ്പായം തയ്പ്പിച്ച് വെച്ച് തയ്യാറായിരിപ്പുണ്ട്. VD സതീശൻ്റെ കാര്യത്തിലേക്കാണ് നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടത്. VD സതീശൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. UDF വൻ ഭൂരിപക്ഷത്തോടെ 100 സീറ്റുകളെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം തന്നെ അത് നിഷേധിച്ചു. UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന പ്രഖ്യാപനം തന്നെ അദ്ദേഹം നടത്തി. മെയ് 4 അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം, അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു പ്രസ്താവന പാലിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും തീർച്ചയായിട്ടും ഉണ്ട്. UDFന് അധികാരം ലഭിച്ചില്ലെങ്കിൽ, UDFന് അധികാരം ലഭിച്ചാലോ അപ്പോഴും ചിലപ്പോഴെന്നല്ല ഏറെക്കുറെ VD സതീശൻ വനവാസത്തിന് പോകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴുള്ള സാഹചര്യം. കാരണം രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ആദ്യം സതീശൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കാം, എന്നിട്ട് നമുക്ക് തമ്മിൽ തർക്കിക്കാം, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ നടത്താം എന്നുള്ളതാണ് അവർ തമ്മിലുള്ളൊരു ഡീൽ എന്നാണ് അറിയുവാൻ കഴിയുന്ന അവരോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. പ്രശ്നം അവിടെയും തീരുന്നില്ല. ഈ തർക്കം എന്തായാലും ഉടലെടുക്കുമെന്നുള്ള കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേരത്തെ അറിയാം. കാരണം സ്ഥലം കേരളമാണ്. നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന കക്ഷികൾ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളാണ്. കേരളത്തിലെന്ന് മാത്രമല്ല ഭാരതത്തിലുടനീളം കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ തന്നെയാണ്. അധികാരത്തിൻ്റെ ഒരു മണം അടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിലെ ഏറ്റവും ഉന്നതമായ അധികാരം എനിക്ക് വേണമെന്ന് സകലരും ഒരേപോലെ വാശി പിടിക്കുന്ന കക്ഷിയാണ് കോൺഗ്രസ്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി കോൺഗ്രസ്സിൽ പുത്തരിയല്ല. ഏറ്റവും ഉന്നതമായ സ്ഥാനമൊഴികെ ദേശീയ തലത്തിൽ, കാരണം അത് ഗാന്ധി കുടുംബത്തിന് വേണ്ടിയിട്ട് സംവരണം ചെയ്യപ്പെട്ടൊരു സ്ഥാനമായിരിക്കും. അതിൽ ആർക്കും തർക്കമുണ്ടായിട്ട് കാര്യമില്ല. PV നരസിംഹറാവുവിൻ്റെ കാലത്തൊഴികെ അതിനൊരു കുലുക്കം ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല. മൻമോഹൻ സിംഗൊക്കെ വെറും പാവ മാത്രമായിരുന്നു. അത് നിവർത്തികേട് കൊണ്ട്, കാരണം സുബ്രഹ്മണ്യ സ്വാമി നടത്തിയൊരു നീക്കത്തിലൂടെ സോണിയാഗാന്ധിയുടെ പ്രധാനമന്ത്രി പദമോഹം പൊലിഞ്ഞു പോയത് കൊണ്ട് മാത്രം APJ അബ്ദുൽ കലാം അതിന് വഴങ്ങാത്തത് കൊണ്ട് അവരെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അവരുടെ പൗരത്വം സംബന്ധിച്ച് എന്നുള്ള ഒരു വാദം സുബ്രഹ്മണ്യ സ്വാമി ഉയർത്തുകയും അത് APJ അബ്ദുൽ കലാം പരിശോധിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ്
സോണിയാഗാന്ധിയുടെ പ്രധാനമന്ത്രി പദമോഹം പൊലിഞ്ഞു പോയത്. അതിന് പകരമായിട്ടൊരു പാവയെ അവർ ആ സ്ഥാനത്ത് നിയോഗിച്ചു. നരസിംഹറാവുവിൻ്റെ കാലത്ത് ഒരല്പം വ്യത്യസ്തത ഇക്കാര്യത്തിൽ കണ്ടിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ ഗാന്ധി കുടുംബവുമായി ഒരു അകലം അദ്ദേഹം പാലിച്ചിരുന്നു. അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഗാന്ധി കുടുംബം വ്യാജ ഗാന്ധി കുടുംബം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഇത്തരത്തിലുള്ളൊരു അധികാര വടംവലി UDF ഒരുപക്ഷെ അധികാരം ലഭിച്ചാൽ കേരളത്തിൽ നടക്കുമെന്നുള്ള കാര്യം ഹൈക്കമാൻഡിന് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവരൊരു കോംപ്രമൈസ് കാൻഡിഡേറ്റിനെ ഇപ്പോൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാകാം എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. അതാരായിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ശശി തരൂരിനെ അത്തരത്തിലൊരു കോംപ്രമൈസ് കാൻഡിഡേറ്റായിട്ട് കേരളത്തിലേക്ക് അവതരിപ്പിക്കുവാനുള്ളൊരു സാഹചര്യം ഇപ്പോഴേ കോൺഗ്രസ് ഹൈക്കമാൻഡ് തുറന്നു ഇട്ടിട്ടുണ്ട്. തന്നെയുമല്ല, ശശി തരൂരിനെ ഇടയ്ക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി അല്ലെങ്കിൽ വ്യാജ ഗാന്ധി കുടുംബവുമായി ഒരു അകൽച്ച പാലിച്ചിരുന്ന ശശി തരൂരിനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ഒന്ന് സമരസപ്പെടുത്തി തങ്ങളുടെ പക്ഷത്തേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു ഓഫർ അവർ വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞില്ല. ഇടയ്ക്ക് നമ്മുടെ രാഹുൽ ഗാന്ധി ഇവിടെ വന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ട് പോയിരുന്നു. കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നുള്ളത്. പ്രത്യേകിച്ച് BJP ഇപ്പോൾ ഈ വനിതാ സംവരണത്തെ സംബന്ധിച്ച്, വനിതകൾക്ക് സീറ്റ് നൽകുന്നതിനെ സംബന്ധിച്ച് രൂക്ഷമായ ആക്രമണം കോൺഗ്രസിന് നേരെ അഴിച്ചുവിടുമ്പോൾ കോൺഗ്രസിന് അതിനെ പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം കേരളത്തിൽ UDF അധികാരം ലഭിച്ചാൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ നിയമിക്കുക എന്നുള്ളതാണ്. ആ വനിതാ മുഖ്യമന്ത്രി ആരായിരിക്കും? പ്രിയങ്ക ഗാന്ധിയിൽ കവിഞ്ഞ് ഒരു പേരും നിങ്ങൾ അന്വേഷിക്കേണ്ട. പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കി പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ ഒരു നീക്കവും ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇതിനെല്ലാമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രിയങ്ക ഗാന്ധി, ശശി തരൂർ, ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഇവിടെയെല്ലാമാണ് ഇത്തരം ചർച്ചകളിലൊന്നും VD സതീശൻ്റെ പേര് ഉയർന്നു വരുന്നതേയില്ല. UDF ഒരു നല്ല വിജയം നേടിയാൽ, നല്ല ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്തിയാൽ VD സതീശൻ്റെ പക്കലുള്ള ഏക അവകാശവാദം പ്രതിപക്ഷ നേതാവായി ഞാൻ നയിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇത്രയും വലിയൊരു വിജയത്തിനുള്ള വഴി തുറന്നത്, മാർഗം തുറന്നത് എന്നൊരു അവകാശവാദം അദ്ദേഹത്തിന് തീർച്ചയായും ഉന്നയിക്കാം. അവിടെയാണ് ശശി തരൂരിനെ പോലുള്ളവരും പ്രിയങ്ക ഗാന്ധിയും എല്ലാം അദ്ദേഹത്തിന് തടയായി വരുവാൻ പോകുന്നത്. KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലീഗ് അവരുടെ കൂടെ നിന്നാൽ VD സതീശൻ്റെ ഈ വാദവും പ്രസക്തമല്ലാതാകും. കാരണം ലീഗ് പറയുകയാണ്, സതീശൻ മാത്രമൊന്നുമല്ല, KCയും രമേശും ഒക്കെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിജയം സാധ്യമായത് എന്ന് ലീഗ് അവരുടെ ഒരു മനസ്സ് വ്യക്തമാക്കിയാൽ, അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ, ഞങ്ങളുടെ പിന്തുണ ഇവർക്കാണ്, ഇവരിൽ ആരെങ്കിലും ഒരാൾക്കാണ് എന്ന് തുറന്നു പറഞ്ഞാൽ സതീശൻ്റെ ചീട്ട് അവിടെയും കീറും. സതീശൻ അവിടെയും ഒരു സാധ്യത ഇല്ലാതാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ജയിച്ചാലും തോറ്റാലും ഒരുപക്ഷെ വനവാസം തന്നെയായിരിക്കും സതീശൻ്റെ വിധി. തോറ്റാൽ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം തന്നെ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ജയിച്ചാൽ അദ്ദേഹത്തെ എല്ലാവരും കൂടി വളരെ സുഖകരമായൊരു വനവാസം എന്നുള്ള രീതിയിൽ ഈ പറയുന്നത് പോലെ, എന്താ പറയുക, സെല്ലിങ് എ ടിക്കറ്റ് ടു ഹെൽ ബട്ട് യു വിൽ ലുക്ക് ഫോർവേഡ് ഫോർ ദാറ്റ് ജേർണി, അത്തരത്തിലുള്ളൊരു മാർക്കറ്റിംഗ് നടത്തി സതീശനെ ഒതുക്കി വിടുവാൻ സാധ്യതയുണ്ട്. ഈ മാർക്കറ്റിംഗ് സതീശനെ അറിയാം ഇതൊരു ചതിയാണെന്നുള്ളത്. പക്ഷേ സതീശൻ്റെ അനുയായികളും ജനങ്ങളും സതീശനെ എന്ത് ആദരിച്ചാണ് സൈഡിലേക്ക് മാറ്റിയിരുത്തിയത് എന്നുള്ള രീതിയിൽ അപ്രസക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ ഭാവിയിലേക്ക് സതീശൻ പതിയെ പതിയെ മറഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കേണ്ടത് കോൺഗ്രസ് അനുയായികളുടെ ഒരു ഭാവി പ്രക്രിയയായിരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസ് അനുയായികൾക്ക് ഭാവിയിൽ അത്തരത്തിലൊരു കാഴ്ച കാണേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏറെക്കുറെ തീർച്ച തന്നെയുണ്ട്, സംശയമൊന്നുമില്ല. ഇതിനൊരു മറുവശമുണ്ട്. ഇനി ലീഗ് സതീശൻ്റെ ഒപ്പം നിന്നാൽ എന്ത് സംഭവിക്കും? സതീശൻ്റെ ഒപ്പം നിന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി സതീശൻ തന്നെയാവും. അവിടെ പക്ഷെ ലീഗിന് കൂടുതൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ സതീശന് വാഗ്ദാനം ചെയ്യേണ്ടി വന്നേക്കും. ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരമന്ത്രി സ്ഥാനവും ഒരുപോലെ ലീഗിന് നൽകേണ്ട ഒരു അവസ്ഥ സതീശനുണ്ടായേക്കാം. അവിടെ ഹൈക്കമാൻഡ് ഉടക്കിടുവാനും ഹൈക്കമാൻഡും സതീശനും തമ്മിലുള്ളൊരു ഉരസലിന് സാധ്യതയും തെളിയുവാനും അവിടെ ഒരു സാധ്യത തെളിഞ്ഞു കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായിട്ടുള്ള ഉരസലിലേക്ക് കാര്യങ്ങൾ പോകുവാനുള്ളൊരു സാധ്യത ഇത്തരത്തിലുള്ളൊരു നീക്കം നടന്നാൽ തെളിഞ്ഞു കിടപ്പുണ്ട്. അവിടെ സതീശൻ എന്ത് ചെയ്യും എന്നുള്ളതിന് അവിടെ ഒരു പ്രസക്തിയുമില്ല. ലീഗ് എന്ത് ചെയ്യും? ലീഗിനെ എങ്ങനെ ഹൈക്കമാൻഡ് കൈകാര്യം ചെയ്യും?
കാരണം ലീഗിനെ വിട്ടിട്ട് തൽക്കാലത്തേക്ക് UDFന് കേരളത്തിലൊരു നിലനിൽപ്പില്ല. ഇത് ഹൈക്കമാൻഡെന്ന് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ ഹൈക്കമാൻഡിൻ്റെ ഒരു സംവിധാനമാണെന്ന് തെറ്റിദ്ധരിച്ച് കളയരുത്. വ്യാജഗാന്ധി കുടുംബത്തിനെ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വ്യാജഗാന്ധി കുടുംബത്തിൽ സോണിയാഗാന്ധി അസുഖബാധിതയല്ലെങ്കിൽ അവരൊരു പക്ഷേ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ വ്യാജഗാന്ധി കുടുംബത്തിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ ഒരു സമവായത്തിന് വഴങ്ങിയേക്കാം. രാഹുൽ ഗാന്ധി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ പക്വതയില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഇതിന് നിരവധി തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വാദ്രയുമാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നതെങ്കിൽ VD സതീശനെ അവർ താൽക്കാലികമായി പിന്തുണയ്ക്കുവാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പടിയേറ്റത്തിന് ഉള്ള വഴിയൊരുക്കുവാൻ വേണ്ടി. അതിന് പിന്നിൽ എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കാം അവരൊരുക്കുന്നതെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുൻപിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു മാർഗത്തിൽ VD സതീശന് ജയിച്ചാലും തോറ്റാലും വിധിച്ചിരിക്കുന്നത് വനവാസം മാത്രമാണ് എന്നുള്ളതാണ് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തെളിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം. VD സതീശനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അതിൻ്റെ കടയ്ക്കൽ കോടാലി കൊണ്ട് ആരാണ് വെട്ടിയത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല. അദ്ദേഹമല്ല. അദ്ദേഹത്തിൻ്റെ സംഭവിച്ച ഏക അബദ്ധം UDF പരാജയപ്പെട്ടാൽ ഞാൻ വനവാസത്തിന് പോകും എന്നൊരു പരസ്യ പ്രഖ്യാപനം നടത്തിയത് മാത്രമാണ്. UDF പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ വിജയ് ഉണ്ടല്ലോ, സിനിമാ താരം വിജയ്, അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയായിരിക്കും ജനനായകൻ എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് രാഷ്ട്രീയ കളത്തിലേക്ക് അദ്ദേഹം എടുത്തു ചാടുകയും ചെയ്തു. എടുത്തു ചാടിക്കഴിഞ്ഞ് 240 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞപ്പോഴായിരിക്കും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ചതി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി വാൽവ് എന്ന് പറയുമല്ലോ, ഒരു സുരക്ഷ കവചമായിട്ടാണ്, ഒരു വലയായിട്ടാണ്, സേഫ്റ്റി നെറ്റ് എന്ന് പറയുമല്ലോ, ആയിട്ടാണ് ഇപ്പോൾ ജനനായകൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലീക്കായത്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ ലീക്കായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പറയപ്പെടുവാൻ പോകുന്നൊരു ന്യായം വിജയുടെ ഭാഗത്ത് നിന്ന്, വിജയുടെ ഔദ്യോഗിക വക്താക്കളോ അല്ലെങ്കിൽ വിജയിയോ തന്നെ പറയുവാൻ പോകുന്നൊരു ന്യായം, അവസാന സിനിമയായി പൂർണ്ണമായിട്ടും ജനസേവനത്തിന് ഇറങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനിടയ്ക്ക് ഏതോ ചതിയന്മാർ ജനനായകൻ ലീക്കാക്കുകയും അതിനെ തുടർന്ന് പ്രൊഡ്യൂസർമാർക്ക് ഒരു 500 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുകയും ചെയ്തു. അത് നികത്തി കൊടുക്കുവാനുള്ളൊരു ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ തുടർന്നും സിനിമയിലേക്ക് അഭിനയിക്കുവാൻ പോവുകയാണ്. വരുന്നു മക്കളെ, ഞാൻ സിനിമയിലേക്ക്. രാഷ്ട്രീയത്തിലോ നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, അല്ലെങ്കിൽ സഹിക്കുന്നില്ല, രാഷ്ട്രീയത്തിലും കൂടി നിങ്ങളെ സഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി തുടർന്നും തിരശ്ശീലയിൽ സഹിച്ചോളൂ എന്നൊരു പ്രഖ്യാപനം നടത്തി തിരശ്ശീലയിലേക്ക് അദ്ദേഹം തിരികെ വരുവാനുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ ജനനായകൻ ലീക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഉടായിപ്പ് ന്യായം സതീശന് പറഞ്ഞാൽ തോൽവി സംബന്ധിച്ചുള്ള വനവാസം ഒഴിവാക്കുവാനുള്ളൊരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ജയിച്ചാൽ അദ്ദേഹത്തിൻ്റെ വനവാസം ഏറെക്കുറെ തീർച്ചയാണ്. അത് സംബന്ധിച്ച് യാതൊരു തടസ്സവും സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ കഴിവില്ല. ലീഗ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നാൽ അതിനുള്ള സാധ്യത തെളിഞ്ഞു നിൽപ്പുണ്ട്. എന്തായാലും സതീശൻ വനവാസത്തിന് പോകുവാനുള്ള സാധ്യതകളാണ് ഏറെയും. പോകാതിരുന്നാൽ അത് ഒരു മഹാത്ഭുതം തന്നെയായിരിക്കും. ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് സതീശന് സമ്മാനമായി ലഭിക്കുന്ന ഒരു മഹാത്ഭുതം. അതിന് പകരമായി സതീശൻ ലീഗിന് എന്തൊക്കെ കൊടുക്കേണ്ടി വരുമെന്നുള്ളത് തമ്പുരാൻ അറിയാം. എന്തായാലും മെയ് 4-ന് ഈ വിവരങ്ങളെല്ലാം കൃത്യമായി അറിയാം. കൃത്യമായി പ്രവചിക്കുവാനും ഉള്ള ഫലങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തും. അതുവരെ കാത്തിരിക്കാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.